ഗുഡ് മോർണിംഗ് സോൾജേഴ്സ്. ഇതാണ് ബോൾട്ടിന്റെ ആസ്ട്ര നിയോ. ബോൾട്ടിന്റെ ഏറ്റവും പുതുതായിട്ട് വരാൻ പോകുന്ന വയർലെസ് ഇയർബഡ്സ് ആണ്. ആസ്ട്ര നിയോ എന്നാണ് ഇതിന്റെ പേര്. ഈ ഒരു സാധനം നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്യുന്നതിന് മുൻപ് വേറൊരു കാര്യം പറയാനുണ്ട്. ഇത് ഇന്ത്യയിലെ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ബ്രാൻഡ് ആണ്. അതേപോലെ തന്നെ 2 crore പ്ലസ് കസ്റ്റമേഴ്സ്. ഓരോ 5 സെക്കൻഡിൽ ഇവരുടെ ഓരോ പ്രൊഡക്റ്റ് വിറ്റ് പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. എനിവേ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ദാണ്ട് ഇവിടെ ഒരു ഹാഷ്ടാഗ് ഉണ്ട്, ലൈക്ക് നെവർ ബിഫോർ. ഇപ്പോൾ ബോക്സിനകത്ത് വരുന്ന നമ്മുടെ ആസ് യൂഷ്വൽ തിങ്സ്, വാറണ്ടി കാർഡ്, ചാർജർ, പിന്നെ എക്സ്ട്രാ ഇയർബഡ്സ്, പിന്നെ അതിന്റെ ഒരു ബുക്ക്, പിന്നെ വരുന്നതാണ് നമ്മുടെ മെയിൻ. അപ്പൊ ഇതാണ് ഇന്നത്തെ താരം, ബോൾട്ടിന്റെ ആസ്ട്ര നിയോ. ഈ ഒരു സാധനം തുറക്കുമ്പോൾ ആദ്യം എനിക്കുണ്ടായ ഇംപ്രഷൻ നമ്മുടെ ഇതില്ല പണ്ടത്തെ ഫ്ലിപ്പ് ഫോണില്ലേ, ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ ചെവി വെക്കുന്ന ആ ഒരു ഫോണിന്റെ ഫീൽ ആണ്. തുറക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ. ഡിസൈൻ പറയുകയാണെങ്കിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഗെയിമിംഗ് ഇയർബഡ്സിന്റെ ഡിസൈൻ ആണ്. അതേപോലെ തന്നെ ഈ ഒരു ബ്രീത്തിങ് LED ഇവിടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമുക്ക് ഇനി എന്തെങ്കിലും സ്റ്റുഡിയോ ഒന്ന് സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കളറിലെ ലൈറ്റ്സും കാര്യമൊക്കെ സെറ്റ് ചെയ്യണം. എനിവേ ഇതിന്റെ ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഈ ഒരു സാധനം അടിപൊളിയാണെന്ന് ഞാൻ പറയും. ഇതിന് വരുന്ന ഒരു ബാക്കപ്പ് എന്ന് പറയുന്നത് 70 hours പ്ലേ ടൈം ആണ്. അതുപോലെ തന്നെ ബോൾട്ടിന്റെ ലൈറ്റ്നിങ് ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ്. പിന്നെ ഒരു 10 മിനിറ്റ് കുത്തിയിട്ടാൽ തന്നെ ഒരു 100 മിനിറ്റ് പ്ലേ ടൈം കിട്ടും. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി ഉള്ളതാണ്. പിന്നെ ഈ സാധനത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കംഫർട്ടിന്റെ കൂടെ ഏതാണ്ട് ഇവിടെ ഇരുന്നോളും, അനങ്ങത്തില്ല ഈ സാധനം. ഞാൻ ഇത് വെച്ച് സൈക്ലിങ്ങിന് പോയി, അതേപോലെ തന്നെ തലകുത്തി മറിഞ്ഞ് ഓടാൻ പോയി. ഇത് ഇവിടെ നിന്ന് അനങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞാൽ അനങ്ങിയിട്ടില്ല. ഇത് ഭയങ്കര ടൈറ്റ് ആയിട്ടൊന്നുമല്ല ഇരിക്കുന്നത്, നല്ല സ്മൂത്ത് ആയിട്ടാണ് ഇരിക്കുന്നത്. ചെവിക്ക് വേദനയൊന്നുമില്ല. ഞാൻ ഇത് വെച്ച് മണിക്കൂറുകളോളം വർക്ക് ചെയ്തു. ഇതിന്റെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തതും ഈ സെയിം സാധനം കണക്ട് ചെയ്തിട്ടാണ്. അതേപോലെ ഗെയിം കളിച്ച് നോക്കി. ഒരു സീരീസ് വൈക്കിങ്സിന്റെ ലാസ്റ്റ് 4 എപ്പിസോഡ് കണ്ടത് ഇത് വെച്ചിട്ടാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിന്റെ വൈബ്രേഷൻസ് പക്കയാണ്. അതിനകത്ത് ഇപ്പോൾ ഇങ്ങനെ വാളൊക്കെ വിട്ടുന്ന സമയത്ത് ചില മ്യൂസിക്കിനകത്തൊക്കെ ഒരു വൈബ്രേഷൻസ് ഉണ്ട്, അതുവരെ എനിക്ക് ഫീൽ ആയി. പിന്നെ ഒരു ബ്ലൂടൂത്തിന്റെ കണക്ടിവിറ്റി വരുന്നത് ലൈറ്റ്നിങ് ഫാസ്റ്റ് 5.4 ആണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ തുറക്കുന്ന ടൈം കൊണ്ട് കണക്ട് ആയി. ഓക്കെ, ഞാനത് പറയുന്ന സമയത്ത് കറക്റ്റ് അങ്ങനെ കിട്ടുമെന്നൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ തുറക്കുന്ന ആ ഒരു മൊമെന്റിൽ തന്നെ ഈ സാധനം കണക്ട് ആവുന്നുണ്ട്. അപ്പോൾ 5.4 ഉള്ളതാണ്. അതേപോലെ തന്നെ ഗെയിമിന്റെ കാര്യം പറയുമ്പോൾ ഒരു 40 ms അൾട്രാ ലോ ലാറ്റൻസി ആണ് കിട്ടുന്നത്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് ബഡ്സ് ഞാൻ യൂസ് ചെയ്ത് ഗെയിം കളിച്ചിട്ടുണ്ട്. എനിക്ക് ഗെയിം കളിക്കുന്ന സമയത്ത് ബഡ്സ് യൂസ് ചെയ്യുന്നതിനേക്കാളും വയേർഡ് ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നതാണ് ഒന്നുകൂടെ താല്പര്യം. പക്ഷേ ഈ ഒരു ബഡ്സ് 40 ms അൾട്രാ ലോ ലാറ്റൻസി നല്ല പോലെ വർക്ക് ആവുന്നുണ്ട്. സോ അണ്ടർ 1500 ഒരു ഗെയിമിംഗ് ബഡ്സ് കൂടെ ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് അടിപൊളിയാണ്. പിന്നെ ഇതിന്റെ മൈക്ക് എന്ന് പറയുന്നത് ക്വാഡ് മൈക്കാണ് വരുന്നത്. താണ്ട് 1, 2, 3, 4 അപ്പോൾ ഉള്ളതാണ്. ക്വാഡ് മൈക്കാണ് വരുന്നത്. അതേപോലെ ENC വിത്ത് AEC ആണ് വരുന്നത്. എന്ന് പറയുന്ന സമയത്ത് ENC എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, എൻവയൺമെന്റ് നോയിസ് ക്യാൻസലേഷൻ ആണ്. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. ഞാൻ ഇതിനകത്തൊരു വീഡിയോ ഫുട്ടേജ് ആഡ് ചെയ്തേക്കാം ഇതിന്റെ മൈക്ക് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അക്വസ്റ്റിക് എക്കോ ക്യാൻസലേഷനും വർക്ക് ആവുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എക്കോ ഉള്ള ഒരു സ്ഥലത്ത്, അതായത് ഇപ്പൊ ഇതേപോലെ റൂമിലൊക്കെ ഇരുന്ന് ഇത് വെച്ച് റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ എക്കോ ക്യാൻസൽ ചെയ്യും. അത് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ വർക്ക് ആവുന്നുണ്ട്. ഇപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്ന വോയിസ് ഇതിനകത്താണ്. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ക്വാളിറ്റി ഉണ്ട്. അതേപോലെ തന്നെ നല്ല കാറ്റുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ENC എത്രത്തോളം വർക്ക് ആവുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു റൂമിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം നല്ല എക്കോ ഉണ്ട്. അപ്പോൾ ആ എക്കോ ക്യാൻസലേഷനും എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ കംഫർട്ടിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടമായി. വലിയൊരു വെയിറ്റ് ഒന്നുമില്ല, വലിയൊരു വെയിറ്റിലൊന്നുമല്ല, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് നല്ല കംഫർട്ടായിട്ട് ഫിറ്റ് ആവും. അതേപോലെ തന്നെ ഇതിൻ്റെ ടച്ച് ഭയങ്കര റെസ്പോൺസീവ് ആണ് കേട്ടോ. ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ചെറിയൊരു വൈബ്രേഷനും അതേപോലെ തന്നെ ആ ഒരു ചെറിയ ടെക് എന്ന് പറഞ്ഞൊരു സൗണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നത് നല്ല വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. IPX5 വരുന്നതുകൊണ്ട് തന്നെ വാട്ടർ ആൻഡ് സ്വെറ്റ് റെസിസ്റ്റന്റ് ആണ്. നിങ്ങൾ ജിമ്മിലൊക്കെ പോകുന്ന സമയത്ത് നല്ല നൈസ് ആയിട്ട് യൂസ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല. പിന്നെ അളിയെ നല്ല കംഫർട്ട് ആൻഡ് ഗ്രിപ്പ് തരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഡിസ്കംഫർട്ട് ഒന്നും ഫീൽ ചെയ്യില്ല. ഈ സാധനം ഉരുത്തെറിച്ച് പോകുമെന്നൊന്നും വിചാരിക്കേണ്ട. അതേപോലെ തന്നെ ദാണ്ട കിടിലൊരു മാഗ്നറ്റ് ആണ് കേട്ടോ വരുന്നത്. കേട്ടോ ഇല്ല, ഒരു ഇങ്ങനെ കാണിക്കുന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഊരിത്തെറിച്ച് പോകുന്നുള്ള പേടിയും വേണ്ട. പിന്നെ ഇതിന്റെ ഗ്രിപ്പ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മതി. ഇതിന്റെ ഡിസൈൻ ഞാൻ ഫുട്ടേജ് ആഡ് ചെയ്തേക്കാം. അത്യാവശ്യം നല്ല ഗ്രിപ്പായിട്ടുള്ളൊരു സാധനമാണ്. ഇങ്ങനെ തെന്നിത്തെറിച്ച് പോകുന്നുള്ള പേടിയും വേണ്ട. ഇനി സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യമാണ് പറയാനുള്ളത്. നമുക്ക് ബ്രഹ്മയുഗത്തിലെ സോങ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അടിപൊളി. ഓ എൻ്റെ മോനെ, വേറെ ലെവൽ എന്ന് വെച്ചാൽ വേറെ ലെവല്. പുറത്ത് ഒരൊറ്റ നോയ്സ് അകത്തോട്ട് കേൾക്കുന്നില്ല. ഇവിടെ വണ്ടി പോകുന്ന സൗണ്ട് ഉണ്ട്. അതേപോലെ തന്നെ അപ്പുറത്തുണ്ട് കിളികളൊക്കെ കിടന്ന് ചറ പറയാന്ന് പറഞ്ഞ് ബേളം വെക്കുന്നു. എന്ത് തേങ്ങാണെന്നോ, അതൊന്നും ഒരു തേങ്ങ കേൾക്കാനില്ല.
വേറെ ലെവൽ സൗണ്ട് ക്വാളിറ്റി അടിപൊളി. ഇതിന്റെ ആ ഒരു ബാസും അതുപോലെ മമ്മൂക്കയുടെ സൗണ്ട് ഒക്കെ വരുന്ന സമയത്തുള്ള ആ ഒരു ഇത്, പിന്നെ സറൗണ്ടിങ്ങിൽ ഈ ചീവീട് കരയുന്നത് അതെല്ലാം നല്ല ഓരോന്നും നല്ല വ്യക്തമായിട്ട് കേൾക്കാനുണ്ട്. അടിപൊളി സൗണ്ട് ക്വാളിറ്റി ഒരു രക്ഷയില്ലാട്ടോ. സ്പെക്കെല്ലാം അടിപൊളിയാണ്. ഇനി യൂസർ എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു സാധനം ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല നൈസായിട്ട് ചെവിയിൽ ഇരുന്നുള്ളൂ. അതുപോലെ തന്നെ ചെവിയിൽ പെയിൻ ഒന്നുമില്ല. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്, പക്ഷെ അത് ചെവിയിൽ പെയിൻ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അതിന്റെ വെയിറ്റ്ലെസ് ആയതുകൊണ്ടായിരിക്കാം നല്ല കംഫർട്ടായിട്ട് ഫിറ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച്, ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 1099 റുപ്പീസ് ആണ് ഓഫർ പ്രൈസ് വരുന്നത്. അത് ഇനിയും കുറയാനൊക്കെ ചാൻസ് ഉണ്ട് ചിലപ്പോൾ. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഇത് അടിപൊളിയാണ്. ഈ ഒരു സാധനം ലൈറ്റ് വെയിറ്റ് ആണ്. അതേപോലെ തന്നെ ഈ ഒരു ബ്രീത്തിങ് LED, പിന്നെ 40 ms അൾട്രാ ലോ ലാറ്റൻസി, 10 മിനിറ്റ് കുത്തിയിട്ടാൽ 100 മിനിറ്റിന്റെ പ്ലേ ടൈം. ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം പറയുമ്പോൾ പ്ലാസ്റ്റിക് ബോഡിയാണ് വരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഹിഞ്ച് ഭയങ്കര അടിപൊളിയാട്ടോ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹിഞ്ച്. അതേപോലെ തന്നെ സി പോർട്ട് ചാർജിങ് ആണ് വരുന്നത്, ലൈറ്റിംഗ് ഫാസ്റ്റ് ആണ്. പിന്നെ ഗ്രിപ്പ്, ഇതിന്റെ ഡിസൈൻ തന്നെ നല്ല അത്യാവശ്യം ഗ്രിപ്പുള്ള ഒരു ഡിസൈൻ ആണ്. അതുകൊണ്ട് ഇങ്ങനെ ഇരുന്നോളൂ. അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ സൗണ്ട് അടിപൊളിയാണ്. അതേപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് നല്ല കംഫർട്ടാണ്, ചെവി വേദനയ്ക്കൊന്നുമില്ല. പിന്നെ ഫാസ്റ്റ് ചാർജിങ് 10 മിനിറ്റിന്റെ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇത് boltaudio.com അതേപോലെ ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കയറി പർച്ചേസ് ചെയ്യാവുന്നതാണ്. 1500-നകത്താണ് നിങ്ങളുടെ ബഡ്ജറ്റ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സാധനം നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ടെക് കണ്ടന്റ്സിന് വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ടിങ് ടിങ് ബട്ടൺ ഓൺ ആക്കി വെച്ചോ. See you in the next video. Bye soldiers.